മോന്തയ്ക്ക് നോക്കടി. അത് നോക്ക്, യാദവേട്ടനല്ലേ? സ്വപ്നമായിരുന്നു മയിര്. എന്തിനാണോ ദേവ എന്റെ മോള് കിടന്ന് കറിയേ? ദേവുവേ, ദേവു! അയ്യോ അമ്മ, അമ്മയുടെ എന്ത് പറയും? അയ്യോ ദേവു മോളെ, ഇവിടെ ഉറങ്ങുവാണോ? എനിക്ക് തോന്നിയതാണോ അതോ? അയ്യോ 8 മണി. എണീക്കണി. എന്താ അമ്മ, ഞാൻ എണീറ്റ്. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ തള്ള എന്റെ എല്ലാ കാര്യവും പോക്കിയാണ്. ദേവൂട്ടിയെ, ആരാ വന്നു നോക്കിയേന്? വേഗം ചെല്ല്. അമ്മ അങ്ങോട്ട് ചെന്ന് നോക്ക്. ഞാനിവിടെ ഒരുങ്ങുവാ. ഇവിടെ ആരോട് പറയാൻ, ഞാൻ തന്നെ ചെന്ന് നോക്കിയോളാം. ഓക്കെ? യാതു മോനോ? കേറി വേണോ മോനെ? എന്താടാ വന്നേ? എന്തേലും കാര്യമുണ്ടോ? രാധേച്ചി, മാധവേട്ടനെ വിളിക്കാൻ വന്ന. അമ്മ യാദവേട്ടനല്ലേ പറഞ്ഞവിടെ? മാധവേട്ടാ. ഓ, എന്താടി രാധു? യാദവ് മോനോ? കേറി വരാത്ത? എന്റെ ദേവുടി, നീ പതിയെ പോയി എങ്ങോട്ടായി ഓടണേ? ഞങ്ങളെല്ലാരും ഇവിടെ തന്നെ ഉണ്ട്, ചത്തില്ല. യാദവേ, ഇതാണ് എന്റെ മോള് ദേവാൻഷി മാത്രം. ദേവാൻഷി എന്നാൽ ദേവൂന്ന് വിളിച്ചാൽ മതി. അതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് തോന്നണേ. അച്ഛാ, എനിക്കറിയാവുന്ന കുഞ്ഞുമൊത്തനെ നാണം കെടുത്താതെ എന്നെ ദേവാൻഷിന്ന് മാത്രം വിളിച്ചാൽ മതി. അതെന്താണ്? നീ തന്നെയല്ലേ അവനോട് പറഞ്ഞു കൊടുത്തിരിക്കണേ, എന്നെ ദേവൂട്ടി എന്ന് വിളിച്ചാൽ മതി, ദേവാൻഷിന്ന് വിളിക്കണ്ട എന്ന്. യാദവേട്ട എന്ന് പറഞ്ഞ് പുറകെ നടന്ന നീയല്ലേ? അല്ല, നിന്റെ അച്ഛൻ മാധവൻ പിള്ള. നീ അല്ലാതെ പിന്നെ ആരാ ഇവന്റെ പുറകെ നടന്നുകൊണ്ടിരുന്നത്? അതൊക്കെ ഒരു കാലം. ഇവര് പണ്ട് എന്നതായിരുന്നു. ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്തിന്. എടാ യാദുമോനെ, അമ്മയും അച്ഛനും ഇങ്ങോട്ട് നാളെ വരുന്നെന്ന് പറഞ്ഞായിരുന്നു. എന്നെ രാവിലെ ചേച്ചി വിളിച്ചിരുന്നു. രാധു ചേച്ചി, ഞാൻ വന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, അടുത്ത മാസം 31-ന് എൻ്റെ കല്യാണമാണ്. അത് അമ്മ പറഞ്ഞായിരുന്നു ഇവിടെയും കൂടെ അറിയിക്കണമെന്ന്. പിന്നെ എല്ലാത്തിനും മുൻനിർത്തി ചെയ്യാൻ മാധവേട്ടനും മുമ്പിൽ കാണണം. യാദവേട്ടൻ കല്യാണം കഴിക്കാൻ പോകണം. കേട്ടോ യാദവേട്ട, എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് നിന്ന പോലെ ഒളിച്ചു മാറാനൊന്നും പറ്റൂല. എൻ്റെ കല്യാണത്തിന് ഫ്രണ്ടിൽ കണ്ടോണം. എന്റെ യാദവന്റെ കല്യാണത്തിന് ഞാനല്ലാതെ പിന്നെ ആരാണ് ഫ്രണ്ടിൽ വരുന്നേ? ഞാൻ നിന്റെ കല്യാണത്തിന് ഫ്രണ്ടിൽ വരികയും ചെയ്യും, നിനക്ക് താലി എടുത്തു തരുകയും ചെയ്യും, നിന്റെ പെണ്ണുമ്പിളുടെ കഴുത്തിൽ നീ കിട്ടുകയും ചെയ്യും. എന്റെ നല്ലവനായ ഉണ്ണിക്ക് കല്യാണോ? ആരാടാ പെണ്ണ്? ഇടയ്ക്ക് വെച്ച് പഠിക്കാനെന്നും പറഞ്ഞ് മാറിയെന്നല്ലേ, അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയെ. കാണാൻ ലുക്കൊക്കെയാണ്. മാധുവിന് വരാൻ പോകുന്ന മരുമോളെ എനിക്കും മരുമോളെ പോലെ തന്നെ. അപ്പോൾ എനിക്കും കാണണമല്ലോ. എൻ്റെ കയ്യിൽ ഫോട്ടോ വലിയിരിപ്പുണ്ടാ? ഓൾക്ക് ചേരുന്ന മരുമോള്. ഓളെ കണ്ട ലുക്കാണ്, നാട്. എനിക്ക് ചേരും. എനിക്ക് ഓളെ തന്നെ വേണം മരുമോളായിട്ട്. അതെ അതെ, വേഗം കെട്ടി കൂടെ പൊറപ്പിക്കണം. ഇല്ലെങ്കിൽ എന്റെ പെണ്ണുമ്പിള്ളനെ ആരെങ്കിലും അടിച്ചോണ്ട് പോന്ന്. യാദവേട്ടന് സൗന്ദര്യത്തിലാണ് കാര്യം എനിക്കറിയാം. പക്ഷെ സൗന്ദര്യത്തിലും സ്വഭാവത്തിലൊന്നല്ല യാദവേട്ട കാര്യം, മനസ്സിലാണ്. യാദവേട്ടന്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തിനാണ് അമ്പലം? ദേവു, 9:30. നീ അമ്പലത്തിൽ പോണില്ലേ? ഞാൻ അമ്പലത്തിൽ പോയാലേ അമ്മയ്ക്കെന്നാ, ഇവൾക്ക് എന്താണ് വയ്യേ?
എന്തുകൊണ്ട് കൊണ്ട് പറ്റൂല, ഒരിക്കലും എന്നെ കൊണ്ട് അയാളെ മറക്കാൻ പറ്റൂല ദൈവമേ. എങ്ങനെയും എനിക്ക് തായാളെ. ദേവു കഴിക്കാൻ വാ. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. യാദവേട്ടന്റെ ഓർമ്മകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് യാദവേട്ട. ദൈവമേ, അവിടെ നിന്ന് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്നിട്ടേ ഉള്ളൂ, ഒന്നിനും പിഴ തന്നിട്ടില്ല. അതേപോലെ യാദവേട്ടനെ മാത്രം എന്റെ സ്വന്തമാക്കി തന്നേക്കണേ ദൈവമേ. കുട്ടി കണ്ണു തുറക്ക്. ഒരാണിന് വേണ്ടി ഒരിക്കലും പെൺകുട്ടി കരയരുത്. പൂജാരി എന്താണ് പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടിയുടെ നക്ഷത്രം ഭാര്യയുടെ നക്ഷത്രം അല്ലേ? സർവ്വതും ഭഗവതിയുടെ നക്ഷത്രം. ആൺകുട്ടിയുടേത് അശ്വതി നക്ഷത്രം. ഭരണിയും അശ്വതി 100ൽ 100 പൊരുത്തം. എല്ലാം ഇനി കടക്കുന്നതേ ഉള്ളൂ, അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ കൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആരും കാണൂലെന്ന്. ഞാൻ ഒറ്റയ്ക്കാണ് എഡിറ്റ് ചെയ്തത്. എൻ്റെ കൂടെ അനീത്തി ഉണ്ടായിരുന്നു, അവളിപ്പോൾ വീട് മാറിയത് കൊണ്ട് ആ കൂടില്ല. പിന്നെ ഞാൻ വന്നതിൻ്റെ മെയിൻ കാരണം അടുത്ത കഥ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും എനിക്കറിയാം. അടുത്തത് ഇനി എന്നായിരിക്കും നടക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും എന്നറിയാം. എനിക്ക് കൺഫ്യൂഷനാണ് ഗൈസ്. ഈ നെക്സ്റ്റ് സ്റ്റോറി എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ വരുമെന്നൊക്കെ. ഇതിനകത്തുള്ള നിയമങ്ങളും ഇതിനകത്തുള്ള കാര്യങ്ങളുമെല്ലാം എല്ലാം ഡയറക്റ്റഡ് ബൈ ആമി ബങ്താൻ. എല്ലാം ഞാൻ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ഒന്നും സത്യമാണെന്നോ ഇതൊന്നും കേട്ടിട്ടില്ല എന്നൊന്നും പറയരുത്. ഈ ഡയലോഗ് വേണം നിങ്ങൾ ജിൻ സിസ്റ്റർ കേട്ട് കാണും, പക്ഷെ ഇതിനകത്തുള്ള നിയമങ്ങളെല്ലാം എൻ്റെയാണ്. അതുകൊണ്ട് അവിടെ ഇവിടെ കുറച്ച് തെറ്റുകളൊക്കെ കാണും. നിങ്ങളതൊന്നും കാണാൻ അങ്ങ് നീക്കി വിടുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.